നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ ഡൽഹി ഹൈക്കോടതി നടത്തിയത് നാം ഏവരും കണ്ടതാണ്. അതായത് CMRL-നെതിരെ ഇതുവരെ ആരും പറയാത്ത തരത്തിലുള്ള ദുരൂഹമായ ചില സംശയങ്ങൾ ഹൈക്കോടതിയിൽ SFIO പങ്കുവച്ചതിന് പിന്നാലെ തന്നെയാണ് ഇതിന് ചൂടേറിക്കൊണ്ടിരിക്കുന്നത്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് CMR-നെതിരെ വീണ്ടും ഗുരുതര ആരോപണം SFIO തന്നെ ഡൽഹി ഹൈക്കോടതിയിൽ ഉയർത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമങ്ങൾക്കുമൊക്കെ പണം കൊടുത്തത് എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം SFIO നൽകുന്നു. തങ്ങൾ നടത്തിയിരിക്കുന്ന അഴിമതി മറയ്ക്കാനെന്നുള്ള ആരോപണം തന്നെയാണ് അവർ പങ്കുവച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഭീകര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് പണം നൽകിയോ എന്ന കാര്യത്തിൽ, ഫണ്ട് കൊടുത്തോ എന്ന കാര്യത്തിൽ അങ്ങേയറ്റം സംശയമുണ്ട്. കേന്ദ്ര ഏജൻസികൾ തന്നെ ഇതിൽ അന്വേഷണം കടുപ്പിച്ചു കഴിഞ്ഞാൽ NIA അടക്കമുള്ള അന്വേഷണ സംഘം അന്വേഷിക്കേണ്ട ഒരു വലിയ വിപത്തായി തന്നെ ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. SFIOയുടെ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CMRL ഹർജി കൊടുത്തപ്പോഴായിരുന്നു ഇത്തരത്തിൽ വിചിത്രമായ ചില കാര്യങ്ങൾ കൂടി കോടതിയിൽ ഉയർന്നു കേട്ടത്. ഇപ്പോൾ ഇതിൽ വാദം തുടർന്നുകൊണ്ടിരിക്കവേ തന്നെയാണ് പുതിയൊരു ഗുരുതരമായ ആരോപണം വീണ്ടും SFIO ഉയർത്തിയിരിക്കുന്നത്. CMRL ഹർജി ഒരു കാരണവശാലും നിലനിൽക്കില്ല എന്ന് SFIOയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ തന്നെ എടുത്തു പറയുന്നുണ്ട്. SFIOയുടെ അന്വേഷണത്തെ ന്യായീകരിച്ചുകൊണ്ട് ആദായ നികുതി വകുപ്പും രംഗത്ത് വന്നിട്ടുണ്ട്. ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് അന്തിമമാണെന്ന് ആരും തന്നെ കരുതണ്ട. അതൊരിക്കലും അന്തിമമല്ല, ഒരു നിരീക്ഷണം മാത്രമാണ്. രേഖകൾ കൈമാറാൻ ഇൻകം ടാക്സ് വകുപ്പിനും അധികാരമുണ്ട് എന്നുള്ളത് എടുത്തു പറയുന്നു. ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ നിയമങ്ങളുണ്ടെന്നും ആദായ നികുതി വകുപ്പാണ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്ക് CMRL പണം നൽകിയോ എന്ന സംശയം തന്നെയാണ് പ്രധാനമായും ഉയർന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ SFIO കഴിഞ്ഞ ദിവസം തന്നെ ഡൽഹി ഹൈക്കോടതിയെ കൃത്യമായ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എക്സാലോജിക്, അതായത് വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട് CMRL നടത്തിയ ഇടപാടുകളിലൊക്കെ തന്നെ അന്വേഷണം പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പലതവണയായി വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ അന്വേഷണം ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കേന്ദ്ര സർക്കാർ നിഷ്കർഷിക്കുന്ന ഏജൻസികൾ തന്നെയാണ്. SFIOയുടെ പങ്ക് പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാലിത്തീറ്റ കുംഭകോണ കേസിലേതുപോലെ തന്നെ വ്യാജ ബില്ലുകളുടെ അടിസ്ഥാനത്തിലാണ് പണം നൽകിയിരിക്കുന്നതെന്നായിരുന്നു കഴിഞ്ഞ തവണ SFIO കോടതിയിൽ സമർപ്പിച്ച സത്യാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയത്. വാദങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എഴുതി നൽകാൻ കക്ഷികൾക്ക് അന്നേ കോടതി നിർദ്ദേശവും നൽകിയിരുന്നു. നേരത്തെ ഭീകരപ്രവർത്തനത്തെ അനുകൂലിക്കുന്നവർക്കും ഈ പണം എത്തിയോ എന്നുള്ള സംശയം ഉന്നയിച്ചപ്പോൾ കേരളം പോലും നടുങ്ങിയ ഒരു വിഷയമായി തന്നെ മാറിയിട്ടുണ്ട്. എക്സാലോജിക് CMRL ഇടപാടിൽ ദുരൂഹത ഏറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെയാണ് രാഷ്ട്രീയ നേതാവിന് കൈക്കൂലി കിട്ടിയോ എന്നുള്ളത് ഏജൻസി പരിശോധിക്കുന്നതായി നേരത്തെ തന്നെ എടുത്തു പറഞ്ഞത്. ഭീകര സംഘടനയുമായി അനുകമ്പയുള്ളവർക്കായിരിക്കണം ഒരുപക്ഷെ CMRL നിന്നും പണം കിട്ടിയത്. അക്കാര്യത്തിലുള്ള സംശയം വളരെ വലുതായി തന്നെ എടുത്തു പറയുകയാണ്. CMRL നിന്നും ആർക്കൊക്കെ ഫണ്ട് ലഭിച്ചു എന്നതിൻ്റെ വിശദമായ അന്വേഷണം നടത്തിയതായും SFIO തന്നെ പറയുന്നുണ്ട്. രാഷ്ട്രീയ നേതാക്കൾ, മീഡിയ ഹൗസസ് എന്നിവയ്ക്ക് പുറമേ തന്നെ ഭീകരവാദ സംഘടനയുമായി ബന്ധമുള്ളവരിലേക്ക് ഇത് എത്തിച്ചേർന്ന് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. കേസിൽ ഈ മാസം 23-ന് വീണ്ടും വാദം ആരംഭിച്ചിരുന്നു. അത് പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണോ ഈ പണം നൽകിയത് എന്നുള്ള, വീണയ്ക്ക് കൊടുത്തത് എന്നുള്ള സംശയം തന്നെയാണ് ഇത്തവണ ഏറ്റവും പ്രധാനമായി ഇന്നലെ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. ദേശീയ അന്വേഷണ ഏജൻസിയും കളത്തിലിറങ്ങേണ്ട ഒരു സാധ്യത ഇതോടുകൂടി ഉയർന്നു വരികയാണ്. ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണെന്നും CMRL എക്സാലോജിക് ഇടപാടിൽ അന്വേഷണം പൂർത്തീകരിച്ച സാഹചര്യത്തിൽ ഇനി അത് കേന്ദ്ര സർക്കാരിന് തീരുമാനിക്കാമെന്നും SFIO തന്നെ എടുത്തു പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിലാണ് കേന്ദ്ര ഏജൻസിയായിട്ടുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആരംഭിച്ചത്. അതിനെതിരെയായിരുന്നു ദില്ലി ഹൈക്കോടതിയെ CMRL സമീപിച്ചത്. അതിന്റെ ഭാഗമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ വാദം തുറന്നുകൊണ്ടേയിരിക്കുന്നത്. മാസപ്പടി കേസിലെ SFIOയുടെ അന്വേഷണം ചട്ടവിരുദ്ധമെന്നാണ് CMRL സ്ഥാപിക്കാനായി ശ്രമിച്ചത്. ആദായ നികുതി സെറ്റിൽമെന്റ് കമ്മീഷൻ തീർപ്പാക്കിയ കേസിൽ രണ്ടാമത് അന്വേഷണം പാടില്ല എന്നാണ് അവർ പറയുന്നത്. അതാണിപ്പോൾ IT വകുപ്പ് തന്നെ ഇതിൽ അന്വേഷിക്കേണ്ടതുണ്ടെന്നുള്ളത് വ്യക്തമായി പറയുന്നത്. കമ്മീഷന്റെ ചട്ടപ്രകാരം നടപടികൾ രഹസ്യ സ്വഭാവത്തിലായിരിക്കണം. അന്വേഷണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ, ശശിധരൻ കർത്തയുടെ മകൻ ശരണസ് കർത്ത എന്നിവരടക്കം 20 പേരുടെ മൊഴിയെടുത്തുവെന്നാണ് നേരത്തെ SFIO വ്യക്തമാക്കിയതും. സ്വതന്ത്രമായ അന്വേഷണം തന്നെയാണ് നടത്തിയത്. അതിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം ഇപ്പോൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.